ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? ആരും ഇല്ലേ ഓൺലൈനിൽ? 17 പേര് കാണുന്നുണ്ടല്ലോ, എന്തേ മെസ്സേജ് അയക്കാത്ത? ആരുമില്ലേ? ഹായ് ജസിത്ത, ഹായ് ഹായ്. ചേച്ചിക്ക് മെസ്സേജ് അയക്കാൻ പാട് വന്നു. ഷഹല, എൻ്റെ ഹസ്ബൻഡ് എവിടെയാണെങ്കിൽ നീനൂനിപ്പോൾ വലിയ വിഷയമില്ലല്ലോ. അങ്ങനെയാണ് കൂട്ടിക്കട അന്ന. പിന്നെ ഞാൻ ഇനി മെസ്സേജ് അയക്കുന്നത് കാണും. അല്ല ശനിതങ്ങി പുറത്തൊന്നും ഇറങ്ങലില്ലേ? ആ നദീറാസ് മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഉയിലാണോ? അരുണേട്ടൻ എവിടെ? അരുൺ നിങ്ങോട്ടോ പോയിക്കേ. ഗുരുവായൂർ പോകാറുണ്ടോ? ഉണ്ട്. ചേച്ചി എന്താണ് മോളെ ഉദ്ദേശിച്ചത്? നീ സുന്ദരിയാണ് തോന്നും. ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ട്. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കണ്ടിട്ട് കെട്ടിയിട്ടതായിരുന്നു. ഞാൻ ആൽബത്തിൽ അഭിനയിച്ചിട്ടില്ല കേട്ടോ. വരിമ്പള്ളിയിലെ മീനാക്ഷിയ. അരുണ് പുറത്ത് പോയി. എന്താ സ്പെഷ്യൽ ഫുഡ്? ചോറാക്കിയിട്ടില്ല. രാവിലത്തെ പുട്ടും ചെറുപയറും ഇപ്പം തന്നെയാണ്. അതാരും കഴിച്ചില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. പണ്ട് മോളെടുത്ത് കഴിക്കണം. ഇന്ന് സ്കൂളില്ലാലോ. സംസാരം എനിക്ക് അല്പം ബോൾഡാക്കണ്ട. എനിക്ക് ഞാനായാൽ മതി. ബോൾഡായിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കൊയിലാണ്ടി ടൗണിൽ തന്നെയാണ്. ഞാൻ ബിഗ് ബോസ് പോകുന്നുണ്ട്, പറയാട്ടോ.
എന്തല്ല മക്കൾ മദ്രസയിൽ പോകാറുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് നല്ല അഹങ്കാരമുണ്ട്. ഞാൻ ഒരു അഹങ്കാരിയാണ്. വിജയോ സൂര്യ രണ്ടാളെ ഒരേപോലെ ഇഷ്ടമാണ്. ഹായ് മോളെ, 9 ലൈക്ക് അടിച്ചു. 9:14 ചേച്ചി എവിടെയാ സ്ഥലം? ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി. ഹായ്, സുഖാണോ? അതേ സുഖാണ്. കുമാറേ, നിൻ്റെ അമ്മയുടെ സെയിം സൈസ് തന്നെ കേട്ടോ. കുറച്ച് ഉറക്ക സംസാരിക്കാൻ ഉണ്ട്. എന്തോ മഴയില്ല. സ്പീഡിൽ ഇങ്ങനെ സ്ക്രീൻ പോകുന്നു, അതുകൊണ്ട് നോക്കി നിൽക്കാനാണ് ഇഷ്ടം. അഹങ്കാരം നല്ലതാണ്, നമുക്ക് അഹങ്കാരം വേണം. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ വടകരയാണ്, ഞാൻ കൊയിലാണ്ടിയാണ്. താങ്ക് യു. എന്താ മോനെ സ്വന്തമായിട്ട് ഡിലീറ്റ് ചെയ്തഞ്ഞ്? ഞാൻ മതം മാറാൻ, എനിക്ക് മതം തന്നെ വേണ്ട. എന്നിട്ടല്ലേ മതം മാറുന്നത്. ഞാൻ പണ്ടൊരിക്കൽ ജാമിത ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു തമാശക്ക്, നമ്മൾ ഹിന്ദുമതം സ്വീകരിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ച്, ഇടതുകാലിലുള്ള മന്ത് വലത് കാലിലേക്ക് മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, അത്ര മാത്രമേ ഉള്ളൂ. കബീർ കുത്തുപറമ്പ്. മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഹസ്ബൻഡ് വരുന്നത് പറയാട്ടോ. ഫുഡ് കഴിച്ചു. അഹങ്കാരം ഉണ്ടായിക്കൊണ്ട് തന്നെ ഞാൻ ജീവിക്കും. ഞാൻ എന്തിനു മറ്റുള്ളവരെ പേടിക്കണം? ഹൈ, സുഖല്ലേ? അതേ സുഖമായിട്ടിരിക്കുന്നു. നിൻ്റെ തള്ള നദീറ പോകുമ്പം നദീറൻ്റെ കൂടെ പോകാറുണ്ട്, സജിനെയും കൂട്ടിയിട്ട്. എൻ്റെ ഉപ്പൻ്റെ വീട്ടിൽ. അരുണേട്ടൻ എവിടെ? ആർക്കും ഇന്ന മാണ്ടേ? എല്ലാവർക്കും അരുണേട്ടനാ മതിയോ? ശരി വേണേ. എൻ്റെ മക്കളെ വേഗം കാണിക്കുന്നില്ലല്ലോ. നെഗറ്റീവ് കമൻറ്റിന് നമ്മൾ മറുപടി പറഞ്ഞു പോവുകടാ. നമ്മൾ സ്വയം നോക്കുന്നതല്ല. മാല സൂപ്പർ. ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് മേടിച്ചു തന്നതാ. കാക്കേ കൂടെ എവിടെ? കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? എൻ്റെ പൊന്നോ, സ്ക്രീൻ ഇങ്ങനെ സ്പീഡ് പോകുന്നു. അവിടെ പോട്ടെ. ഫുഡ് കഴിച്ച ഉച്ചക്ക് എന്താ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു. അരയ്ക്കാറില്ലേ? ഉണ്ട്. ഇന്നൊരു മടി പിടിച്ച് ഒരു 4-5 ഫോട്ടോ ഒരുമിച്ച് ചെയ്യേ, പിന്നെ പിറ്റേത്തെ ദിവസം ഒരു മടിയാണ്.
ഞാൻ പാടി തന്നെ നിങ്ങൾ പാടുപെടും. അതുകൊണ്ടാണ് ഒരു ഹായ് പറയാമോ? പറയാമല്ലോ. എന്നെ കാണാൻ കിളവി ലുക്ക് ഉണ്ടാവും, കാരണം അത്രയും ഏജ് ഉണ്ട്. എൻ്റെ മോളെ ഭാവി നിങ്ങളാരും ഓർക്കണ്ട മോനെ. പെറ്റിട്ടുണ്ടേ ഭാവി നോക്കാനും എനിക്കറിയാം. ഇല്ല, പല്ല് തേക്കാറില്ല. നീ ഒന്ന് തേപ്പിച്ചതാ. ഞാൻ നിർത്തി പോകുന്നതിനെക്കാട്ടും നല്ല നിനക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ പോയില്ലേ. ഹായ് മോളു, ഹായ്. ഒരു ഹായ് പറയാമോ? ഹായ്. ഹായ്. വീട് എവിടെയാണ്? വീട് കോഴിക്കോട്. അറഫത്തെ, നിൻ്റെ ഉമ്മാൻ്റെ കാര്യം ഇവിടെ പറയണ്ടടാ. ഞാൻ പറ്റിച്ച് ജീവിക്കും പല്ല. അപ്പം നോക്കാട്ടോ. പറയുന്നവർ പറയട്ടെ, ആട്ട് പറയട്ടെ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്കുണ്ടാവും. അതെ, തറയാ, വെറും തറയല്ല. ഫോട്ടോ 5000 ഉണ്ട്, 2500 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. സുഖമാണ്. അതെ, ഭർത്താവിനിപ്പോൾ കാണിക്കില്ല കേട്ടോ. അർഫത്തെ, ഇനി കുളിപ്പിക്കണ്ട. ഇനി എൻ്റെ അമ്മാനെ സർപ്പിട്ട് കുളിപ്പിക്ക്. അങ്ങനത്തെ ഒരവസ്ഥ പെട്ടെന്ന് വരട്ടെ കേട്ടോ. മോളെ, ഞാൻ അരുണേട്ടനോട് കിട്ടി. ഇനി അരുണേട്ടനെ കിട്ടിക്ക് നല്ല കാര്യം. അവനോട് ചിലവിന് എടുക്കാൻ ഒരാളായില്ലേ. ഫിദ, താങ്ക് യുടാ. കെട്ടിക്കുന്ന ഇച്ച് കെട്ടിച്ചോ നീ? അയ്യോ, കെട്ടിക്കുന്നില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കല്യാണ ചിലവും പന്തൽ പണിയും ഒക്കെ ഇങ്ങനെ എടുക്കണം കേട്ടോ. കണ്ണ് കരിയല്ല, അത് കൺമിഷ്യ. അമ്മൂസ് 8ൽ പഠിക്കുന്ന അമ്മൂസിന് ഹായ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഹംസക്കോയ. ആയിക്കോട്ടെ. ഇല്ലടോ, വേറെ പണിയില്ലാത്തതുകൊണ്ട് ലൈവിൽ വരുന്നു. എന്താ പരിപാടി? എടാ മോനൂസെ, സലീമിനെ കാണുന്നില്ലേ? നിൻ്റെ മച്ചീൻ്റെ അടുത്ത് പോയി നോക്കടാ. വീടെവിടെയാ? ഞാൻ എത്തി. ഇന്നെന്തേ വൈകി? ഫുഡ് കഴിച്ചു. നിങ്ങളെ മാംഗല്യം ശരിക്കും കഴിഞ്ഞില്ലല്ല? കഴിഞ്ഞിട്ടില്ല, നോക്കണം. എന്നോട് എണീറ്റ് പൊടിയെന്ന് പറയുന്ന നേരം കൊണ്ട് നിനക്ക് സ്ക്രോൾ ചെയ്തിട്ട് അങ്ങ് പോയാൽ പോരേടാ. എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. ലൈവിൽ വന്നിട്ട് വെള്ളം കുടിക്കേണ്ട അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ നാവ് അങ്ങ് മാങ്ങ പറിക്കാൻ പോവുകയൊന്നുമില്ല. എന്നോട് എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നല്ല അസലായിട്ട് അറിയാം. അതിനെക്കൊണ്ട് എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുട്ടിയേ. ഹായ്, ഹലോ, സുഖാണോ? അതെ. പപ്പാനോട് ചോദിക്ക് എടുക്കുമോന്ന്.
എടാ മച്ചി എന്നും മച്ചിയാടാ, മച്ചി. നീ വിചാരിച്ചിട്ടും അവള് മച്ചി തന്നെ ആണല്ലോ. ഞാൻ തട്ടൂരിയതും ഇടുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കുന്നൊരു കേസൊന്നുമല്ല. ഓ ആയിക്കോട്ടെ, ഞാൻ കരയുന്ന ദിവസം നിന്നെയും നിൻ്റെ മച്ചിനെയും വിളിക്കാം കേട്ടോ. നീ ഒന്ന് ആഞ്ഞു നോക്ക് മച്ചി പ്രസവിക്കുമോന്ന്. മതം മാറി, വലത് കാലിലെല്ലാം മുടന്ന് ഇടത് കാലിലേക്കാക്കി. അത് മതി, സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേറെ. സുഖല്ലേ? അതെ. ഇത് മറ്റേ ഇവൻ ചോദിക്കും പോലെ സുഖം കുറവുണ്ട്. എനിക്ക് കുറവില്ല, സുഖം ആവശ്യത്തിലധികം ഇട്ട് കേട്ടോ. ഐഡിയ ചട്ടം പോയപ്പോൾ മനസമാധാനം തോന്നുന്നു. ഇല്ല മറ്റേ ഭാസ്കരേട്ടാ, ഞാനല്ലെങ്കിലും ഭയക്കുന്നൊന്നുമില്ല. ഞാൻ എന്തിനും ഭയക്കണം? ഇതാരോടാടോ പറയുന്നത്? അവഹേളിക്കുന്നവരവിടെ അവഹേളിക്കട്ടെ, അവർക്കതല്ലേ പറ്റുള്ളൂ. ചന്ദ്രൻ ടി, താങ്ക് യു ചേട്ടാ. കഴിച്ചു, മാല കൊള്ളാം, താങ്ക് യു. സുഖാണോ? അതെ. നിങ്ങളിങ്ങനെ സ്പീഡിലങ്ങ് പറഞ്ഞേക്കൂ, ഞാനിങ്ങനെ അത് നോക്കി നിൽക്കാം. എനിക്കൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ, സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തർ ജീവിച്ചോട്ടെ. സുഖം തന്നെ. എടാ ഞാൻ ഒറ്റക്കല്ലടാ, എനിക്ക് 2 മക്കളുണ്ട്. നിൻ്റെ മച്ചിക്കാണ് ആരും ഇല്ലാത്തത്. ഞാൻ ഒറ്റക്കാന്ന് എന്നോട് ആരും അറിഞ്ഞടാ മോനൂസേ. എൻ്റെ മച്ചിയല്ലേ ഒറ്റക്ക്. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങളോടൊപ്പം പറയേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം പേര് ബസന്തി. അപ്പം എല്ലാം എൻ്റെ ടൈം ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മനൂസേ, മച്ചിനോട് ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണേ ട്ടാ. പ്രിയക്ക് നാട്ടുകാരും വീട്ടുകാരും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കുഞ്ഞുങ്ങളില്ലല്ലോ. പോയില്ലേടാ എല്ലാ കാര്യവും. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിട്ട് കാര്യമല്ലല്ലോ, പാരമ്പര്യം നിലനിർത്താൻ ഒരാളല്ലേ വേണ്ടേ. അത് നിൻ്റെ പ്രിയക്കില്ല, എനിക്ക് 2 ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെ
മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.